ഞാൻ ഓഡിയബിൾ ആണെന്ന് ചിന്തിക്കുന്നു. എല്ലാവർക്കും എന്റെ ശബ്ദം കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തെറക്കസ് ദൈവസഭയോട് കൂടെ ഒരിക്കൽ കൂടെ ഒരു ഫെലോഷിപ്പ് ദൈവം നൽകിയ സാഹചര്യത്തിൽ ഞാൻ വളരെയധികം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സെറക്കസ് സഭയോട് ലഭിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും, എല്ലാ ഫെലോഷിപ്പിനും ഞാൻ ഹൃദയമായി ദൈവത്തോട് നന്ദി പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സ്നേഹവും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്വാസവും കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എനർജിയും ഒക്കെ നൽകുന്നു എന്നുള്ളതിൽ പ്രത്യേകമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. പ്രിയ കർത്താവദാസൻ ജോൺ പാസ്റ്റർ, അതുപോലെ തന്നെ ആൻറ്റി, കുടുംബം, മക്കൾ, അതുപോലെ തന്നെ കൊച്ചുമക്കൾ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമക്കൾ പലരും പല ഡിവൈസുകളിൽ നിന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എനിക്ക് മുഖപരിചയമുള്ള തോമസ് ബാബു പാസ്റ്റർ, ഫിലിപ്പ് അച്ഛൻ, മറ്റു പ്രിയപ്പെട്ടവര്, ടോണി ബ്രദർ, അതുപോലെ തന്നെ റിജോ ബ്രദർ, മറ്റു പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കെയാണ്. അതുപോലെ തന്നെ മറ്റ് ചില പ്രിയപ്പെട്ടവരെ കൂടെ പല സന്ദർഭങ്ങളിലും കാണാൻ കഴിഞ്ഞത് ഓർക്കുകയാണ്. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിമിതമായ വളരെ ചുരുങ്ങിയ ഒരു ഷോർട്ട് ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ഈ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ പല സബ്ജക്റ്റുകളുമായിട്ട് ചേർന്ന് ചിന്തിക്കുമ്പോഴാണ് അതൊരു ഷോർട്ട് ടൈം ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ചിന്ത പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ചിന്തിക്കാനുള്ള സാവകാശം തീർച്ചയായിട്ടും ഈ ഷെഡ്യൂളിൽ, ഈ ഒരു സമയപരിധിയിലുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എനിക്ക് ലഭിച്ച സന്ദർഭത്തിൽ ഏറ്റവും പ്രയോജനകരമായ തിരുവെഴുത്തുകൾ പങ്കുവെച്ച് വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എപ്പോഴും ദൈവവചനം പങ്കുവെക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇത് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ എല്ലാ മെസ്സേജിന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വി ആർ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ അവർ റാപ്ചർ. നമ്മുടെ ഉൽപ്രാപണവും കർത്താവിന്റെ വരവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാ ശുശ്രൂഷയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ദൈവവചന പ്രഘോഷണങ്ങളിലും ഞാൻ മിക്കപ്പോഴും ഉൾപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ വിഷയങ്ങളും, രണ്ട് നിത്യതയിലേക്ക് നമ്മെ എത്തിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ദൈവിക ചിന്തകളുമാണ് ഞാൻ എപ്പോഴും പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് രാത്രിയിലും എനിക്ക് അതിനുള്ള ഒരു അവസരം കൂടെ കർത്താവ് നൽകും എന്നുള്ളതിൽ ഞാൻ വളരെയധികം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖവിരയുടെ അല്ലെങ്കിൽ ഇൻട്രോഡക്ഷന്റെ അധിക സമയം കളയാതെ തന്നെ തിരുവെഴുത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിത സാഹചര്യം വിലയേറിയതാണ് എന്ന് നമുക്കറിയാം. ഈ വിലയേറിയ ജീവിതത്തിനുള്ളിൽ നിർവഹിക്കപ്പെടേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ പരമേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായും രണ്ട് മേഖലകളിൽ, രണ്ട് പാർട്ടായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഒന്നാമത്തെ പാർട്ട് സ്പിരിച്വൽ ആണ്, രണ്ടാമത്തെ പാർട്ട് സോഷ്യൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോഷ്യൽ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ടെമ്പററി ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. എന്നാൽ തന്നെ സ്പിരിച്വൽ ആയ കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് ആണ്, അത് എറ്റേണൽ ആണെന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, ഒട്ടുമിക്ക ആളുകളും താൽക്കാലികമായ സാമൂഹികമായ സോഷ്യൽ ലൈഫിനകത്ത് വളരെ എൻഗേജ്ഡ് ആണെന്നുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയ കാര്യത്തിൽ ഒരു കോൾ കയറി വന്നതാണ്. ടെമ്പററി ആയ കാര്യത്തിൽ പലരും, ഒട്ടുമിക്ക ആളുകളും എൻഗേജ്ഡ് ആണ്. തിരക്കിട്ട ജീവിതത്തിൽ അവര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലനിൽക്കുന്നതായ എറ്റേണലായ കാര്യത്തിൽ പലരും വീക്കായിരിക്കുന്നു, ആബ്സെന്റ് ആണ് എന്നുള്ള കാര്യവും ദുഃഖകരമായ കാര്യമാണ്. കേരളത്തിൽ ഞാൻ താമസിക്കുന്ന ഇടത്ത് നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവിടെ ഒരുപാട് ദൈവമക്കൾ ഉള്ള സ്ഥലവും പലയിടത്തായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഫെലോഷിപ്പ് അവോയ്ഡ് ചെയ്യുന്ന ആളുകളെ ഇന്ന് നമ്മൾക്ക് മുന്നിൽ ധാരാളം കണ്ടുവരികയാണ്.
അതുപോലെ തന്നെ ആ നിലനിൽക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ ഗലാത്യ ലേഖനത്തിൽ പോൾ ഉദ്ധരിക്കുന്നത് പോലെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വഴുതി മാറിപ്പോയ ഒരുപാട് ശുശ്രൂഷകന്മാരെ കൊണ്ടും നമ്മുടെ ആത്മീയ സമൂഹം വല്ലാതെ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലായിട്ട് എന്നോട് സംസാരിച്ചൊരു ചിന്ത എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് ഞാൻ ചിന്തിക്കുന്ന തിരുവെഴുത്ത് എബ്രായ ലേഖനമാണ്. ബുക്ക് ഓഫ് ഹീബ്രു, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ചിന്തനീയമായ വചനത്തിന് ആധാരമായിട്ടുള്ള വാക്യം. ഹീബ്രു 12:25 നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും നിങ്ങളുടെ പ്രതികരണം കൂടെ എനിക്ക് സന്തോഷകരമായിരിക്കും. ഒന്ന് വായിക്കുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും. എബ്രായ ലേഖനം 12:25, 12:25. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. മതി മതി, വളരെ അധികം സന്തോഷം അറിയിക്കുന്നു. 25-ാമത്തെ വാക്യം മാത്രം നാം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. അവിടെ ഇങ്ങനെ എഴുതുന്നു: ഡു നോട്ട് റെഫ്യൂസ് ഹിം ഹൂ ഈസ് സ്പീക്കിംഗ്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഡു നോട്ട് റെഫ്യൂസ് ദ വോയിസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ, അല്ലെങ്കിൽ വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശബ്ദത്തെ നിരസിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന അളവിലോ നാം പ്രതീക്ഷിക്കുന്ന നിലയിലൊന്നും ദൈവം നമ്മളോട് സംസാരിച്ചെന്ന് വരികയില്ല. കാരണം അവിടുന്ന് ആദ്യനും അന്ത്യനുമാണ്. അവിടുന്ന് സർവജ്ഞാനിയാണ്. നമ്മെക്കുറിച്ച് നമ്മളെക്കാൾ അധികം വിചാരമുള്ളവനാണ്. പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു: നമ്മളെക്കാൾ അധികം നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ബോധറിയുന്നതിനേക്കാൾ, വറീഡാകുന്നതിനേക്കാൾ അധികം എല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവത്തെ നാം സേവിച്ചു വരികയാണ്. അതുകൊണ്ട് പലയിടത്തും പരാജയവും മിക്കപ്പോഴും വീഴ്ചകളും സംഭവിക്കുന്ന ആടിയുലഞ്ഞൊരു ആത്മീക ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടുമിക്ക ആളുകളോടും പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത് അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. അതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു വാണിംഗ് ആണ്, ഇതൊരു വാണിംഗ് മെസ്സേജാണ്. നോക്കൂ, നിരവധി മെസ്സേജുകൾ നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. എക്സോർട്ടേഷണൽ, പ്രബോധനകരമായ മെസ്സേജ് ഉണ്ട്, പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഉണ്ട്, പ്രവചനാത്മകമായ മെസ്സേജ് ഉണ്ട്, ഡോക്ട്രിനൽ മെസ്സേജ് ഉണ്ട്. പലപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുകയാണ്. അപ്പോൾ തന്നെ കരിസ്മാറ്റിക് മെസ്സേജ് ഉണ്ട്, റിവൈവൽ മെസ്സേജ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഒരു വാണിംഗ് മെസ്സേജ് ദൈവം നമുക്ക് നൽകുകയാണ്. എന്താണ് വാണിംഗ്? ഡു നോട്ട് റെഫ്യൂസ് ഓഫ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശബ്ദത്തെ നിരസിക്കരുത്. അങ്ങനെ നിരസിച്ചവർ തള്ളപ്പെട്ടു പോയിട്ടുണ്ട് എന്നും അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു എന്നും നമ്മൾ അറിയാതിരിക്കരുത്. 1 Corinthians chapter 10:4 വായിക്കുമ്പോൾ അവർ ഒരേ ആത്മീക ആഹാരം കഴിച്ചു എന്നും അവർ ഒരേ ആത്മീക പാനീയം കുടിച്ചെന്നും അവർ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നും എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നും വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു എന്നർത്ഥം. ആത്മീക ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആവശ്യ സാധനങ്ങളുടെ വർധനവും ആത്മീയ ജീവിതത്തിൽ നാം നോക്കുന്ന നമ്മുടെ മോഹങ്ങളുടെ നിറവേറലും പ്രതീക്ഷകളുടെ അതിന്റെ ഫുൾഫിൽമെന്റും ഒക്കെ സംഭവിച്ചത് കൊണ്ട് ദൈവം നമ്മെ കൈവിട്ടില്ല എന്ന് ഒരിക്കലും നമ്മൾ ധരിച്ചു പോകരുത് എന്നർത്ഥം. നമ്മൾ ഒരു പക്ഷേ ദൈവത്താൽ കൈവിടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിശക്തമായി വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേല് എന്ന ഒരു രാജ്യത്തിന്റെ ഭാവി
എന്താണെന്ന് ദൈവം ഓൾറെഡി പ്രവചിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിലേക്ക് തിരിയാത്ത കാലത്തോളം അവർക്ക് നിരവധി പരാജയങ്ങളെ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. എന്ന് അവർ കുത്തിയവനിലേക്ക് നോക്കുന്നു, എന്നവർ മടങ്ങി വരുന്നോ, അന്ന് യേശു മാത്രം കർത്താവെന്നവർ ഏറ്റുപറയുന്നോ, അന്ന് അവരുടെ ആയുധങ്ങളെക്കാൾ അപ്പുറം, ആൾബലങ്ങളെക്കാൾ അപ്പുറം ഒരു വലിയ അന്തിമ വിജയം ദൈവം നൽകുമെന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ യഥാർത്ഥ വിജയം കണ്ടെത്തുവാൻ ബുദ്ധിയുള്ളവരായി നാം മാറുക എന്നർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ നമ്മളുടെ കംഫർട്ട് സോണുകളെ അടിസ്ഥാനമാക്കിയോ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനെ അടിസ്ഥാനമാക്കിയോ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു വലിയ ആശങ്ക നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് അരുളി ചെയ്തവനെ ഏതെങ്കിലും നിലയിൽ നമ്മൾ നിരസിക്കുകയോ റെഫ്യൂസ് ചെയ്യുകയോ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ഡേ ബൈ ഡേ, ദിനം പ്രതി നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 16 പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 3:16 പറയുന്നു, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അങ്ങനെ ആയിരിക്കെ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണു കളയും. അതിന്റെ അർത്ഥം സ്പിറ്റ് ഫ്രം മൈ മൗത്ത് എന്ന് എന്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഐ വിൽ റിജക്ട് യു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ നിന്നെ തള്ളിക്കളയും എന്ന് തന്നെയാണ് അവിടെയും അർത്ഥമാക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ അന്ത്യഘട്ടത്തിൽ കർത്താവിന്റെ വരവ് ആസന്നമായ ഒരു കാലഘട്ടത്തിൽ, കാഹളം ധ്വനിക്കാൻ സമയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അത് മരിച്ചവർ അക്ഷയരായി ഉയർക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ, കല്ലറകൾ തുറക്കപ്പെടാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, അവിടെയുമല്ല ഇവിടെയുമല്ല, ആത്മികനുമല്ല ജഡികനുമല്ല ശുശ്രൂഷകനുമല്ല, എന്നാൽ ശുശ്രൂഷ ഇല്ലാതിരിക്കുകയുമില്ല എന്നുള്ള ഒരു നിലയിൽ നമ്മൾ ഓടുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമ്മൾ നിരസിക്കരുത്, അവന്റെ ശബ്ദത്തെ നിരസിക്കരുത്. നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷകൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിന്റെ ഈ ഒരു വലിയ മുന്നറിയിപ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേദഭാഗം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 14 മുതലുള്ള ഭാഗങ്ങൾ കൂടെ, 12:14 മുതലുള്ള ഭാഗങ്ങൾ കൂടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. നോക്കൂ, ദൈവം നമ്മെ നിരസിക്കാതിരിക്കുവാനും ദൈവത്തിന്റെ ശബ്ദം നിരസിക്കപ്പെടാതിരിക്കുവാനും നാം ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിൽ ഒന്ന് പറയുന്നു, എല്ലാവരോടും സമാധാനമായിരിക്കുക. അതിന്റെ അർത്ഥം എല്ലാ ബന്ധങ്ങളും ശരിയായിരിക്കട്ടെ, എല്ലാ ബന്ധങ്ങളും ശരിയായതായിരിക്കട്ടെ എന്ന് കർത്താവ് നമ്മളോട് ഇടപെടുന്നു. ശരിയായ ബന്ധങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുക. ശരിയായ ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും മറന്നു പോകരുത്. 15-ാം വാക്യം പറയുന്നു, ആരും ദൈവ കൃപ വിട്ട് പിന്മാറരുത്. പ്രൈസ് ദി ലോർഡ്. ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. ദൈവകൃപ വിട്ടാൽ കൈപ്പുള്ള വേര് മുളയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കൈപ്പുള്ള വേര് മുളച്ചാൽ കലക്കം ഉണ്ടാകും. സഭകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 16-ാം വാക്യം പറയുന്നു, ഒരൂണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തൻ ആകരുത്. ഡു നോട്ട് ബിക്കം എ അൺഗോഡ്ലി. പ്രൈസ് ദി ലോർഡ്. അഭക്തനാകരുത്. അഭക്തനാകാനുള്ള കാരണം എന്താണ്? സ്പിരിച്വൽ പ്രയോറിറ്റി മറന്ന് ഫിസിക്കൽ നീഡ്സിന്റെ പുറകെ പോയി എന്നുള്ളതാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്പിരിച്വൽ പ്രയോറിറ്റി മറന്നു, തന്റെ ബർത്ത് റൈറ്റ് മറന്നിട്ട് അവന്റെ ഒരു നേരത്തെ വിശപ്പാണ് അവൻ മുൻഗണനയായിട്ട് ചിന്തിച്ചത്. അതുകൊണ്ട് ആത്മീയതയ്ക്ക് മുൻഗണന നൽകാത്തവർ ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് റൈറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മുൻപ് ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. 17-ാം വാക്യം പറയുന്നു, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടെ അപേക്ഷിച്ചുവെങ്കിലും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ദൈവസന്നിധിയിൽ തള്ളപ്പെടുവാൻ നാം ഒരിക്കലും ഇടം കൊടുക്കല്ലേ. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ
എപ്പോഴും സൂക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്കാണ്? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിലേക്കാണ്? എന്തുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം നിരസിച്ചുകൂടാ എന്നതിനെ കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചു മുന്നോട്ട് പോകുമ്പോൾ 18-ാം വാക്യം പറയുന്നു, സ്ഥൂലമായതും തീ കത്തുന്നതുമായ. സ്ഥൂലമായത് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ടച്ച്ഡ് എന്നാണ്, തൊടാൻ കഴിയുന്നത് എന്നർത്ഥം വരുന്നു. തൊടാൻ കഴിയുന്നതോ തീ കത്തുന്നതോ ആയ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. നോക്കൂ, മതപരമായ ഒരു ഭക്തിയുടെ പരിവേഷം അണിയുവാൻ വന്നവർ അല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. മതഭക്തിയുടെ പേരിൽ വിശുദ്ധി നമ്മൾ ബാഹ്യമായി പ്രകടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരല്ല നമ്മൾ. പ്രസംഗത്തിലും പാട്ടിലും ബാഹ്യമായ പ്രകടനങ്ങളിലും മറ്റുള്ളവർക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു മുഖച്ഛായ സൃഷ്ടിക്കാൻ ഇറങ്ങിയവരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കിടയിലെ ഒരു വിറയലോ പ്രസംഗത്തിനിടയിലെ ഒരു അനുഭൂതിയോ കൊണ്ട് ആവേശഭരിതരാകുവാൻ ഇറങ്ങിത്തിരിച്ചവർ അല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, അങ്ങനെ പഴയ നിയമത്തിൽ ദൈവികതയെ ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ ദൈവവചനം വിവക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് അവൻ നമ്മൾ വിളിച്ചിരിക്കുന്നത്? കൂരിരുട്ടിൽ ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ അരികിലേക്കല്ല. കൊടുങ്കാറ്റ് കൊണ്ട് ഉത്തരണമരുളി അതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. കാഹളനാദത്തിന്റെ ശബ്ദത്തിൽ വിറയ്ക്കുന്ന ഒരുവനെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പിന്നെ എവിടേക്കാ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മൾ വിളിച്ചിരിക്കുന്നത് 22-ാം വാക്യം പറയുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സർവ്വസഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നാം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഇന്ന് കേട്ടില്ലേ, ശബ്ദം കേട്ടില്ലേ? വേർ ആർ യു? നീ എവിടെയാണ് സഹോദര? പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരുപക്ഷെ വേർ ആർ യു എന്ന ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പരിശുദ്ധാത്മ ചോദിക്കുന്നു, ഇപ്പോൾ നീ നിൽക്കുന്നത് എവിടെയാണ്? എന്നെ കേൾക്കുന്ന സഹോദര, സ്നേഹിത, പറയട്ടെ, നീ നിൽക്കുന്നത് എവിടെയാണ്? നീ നിൽക്കുന്നത് കൂരിരുട്ടുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരാത്മികതയുടെ ഒരു ചട്ടക്കൂടിനകത്തല്ല. കാഹള ശബ്ദം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന ഒരിടത്തല്ല നീ നിൽക്കുന്നത്. നീ നിൽക്കുന്നത് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് നീ അഴിച്ചു കളയുക എന്ന് പറഞ്ഞതുപോലെ നാം നിൽക്കുന്നത് എവിടെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചുള്ള 8 കാര്യങ്ങളാണ് ഇന്ന് രാത്രി എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നാം നിൽക്കുന്ന ഈ ആത്മീക ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അതിപ്രധാനമായ 8 സവിശേഷതകൾ ഈ രാത്രിയിൽ പങ്കുവെച്ച് വാക്കുകൾ പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഏതാണ് 8 കാര്യങ്ങൾ? 22 മുതലുള്ള വാക്യങ്ങളിൽ ആ 8 കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഒന്നാമത്തത് എന്താണെന്നറിയാമോ? സ്വർഗീയ സിയോൻ പർവ്വതം. നമ്മളെ വിളിച്ചിരിക്കുന്ന സിയോൻ പർവ്വതത്തിലേക്കാണ്. 2, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിൽ. 3, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം. 4, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. 5, എല്ലാവരുടെ ദൈവമായ ന്യായാധിപതി. 6, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. 7, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു. 8, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. 8 അതിപ്രധാനമായ സവിശേഷതകളിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കെ എവിടെയാണെന്ന് പോലും ബോധ്യമില്ലാതെ അലസനായി അലയുഞ്ഞ് നടക്കുന്ന ഒരു ആത്മീകതയിൽ നമ്മളായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഡിവൈസുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ഭാരത്തോടും അപ്പോൾ തന്നെ ആത്മാവിന്റെ ഒരു പ്രേരണയോടും കൂടെ പങ്കുവെക്കുന്നു. നാം നിൽക്കുന്നത് എവിടെയാണെന്നും ഇപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാനും തള്ളപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 8 കാര്യങ്ങൾ എന്ത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് സിയോൻ പർവ്വതത്തിന്റെ അടുക്കൽ നാം എത്തിയതിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എവിടെയാണ്? സിയോൻ പർവ്വതത്തിന്റെ അടുക്കിലേക്കാണ്. എന്താണ് സിയോൻ പർവ്വതം?
സിയോൻ പർവ്വതം എന്ന് പറയുന്നത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് എന്നുള്ളതാണ്. സിയോൻ പർവ്വതം, ദ മൗണ്ടൻ ഓഫ് സയോൺ ഈസ് ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ദൈവം അധിവസിക്കുന്ന ഒരിടമാണ് സിയോൻ പർവ്വതം. എവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സിയോൻ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് വിളിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കണം? വെയിറ്റ് ഫോർ ഗോഡ്സ് പ്രസൻസ്. വെയിലാറുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുന്നത് കാത്തിരിക്കുന്ന ഒരു ആദാമും ഹവ്വയും ഉണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ അവർ മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചതുപോലെ ദൈവത്തിന്റെ പ്രസൻസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പല കംഫർട്ട് സോണുകളിൽ നാം ഒളിച്ചിരിക്കുകയാണ്. ഒരു വെയിറ്റിംഗ് ലൈഫ് നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ ബിസി ആയിരിക്കുകയാണ്. തിരക്കിട്ടോടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സിയോൻ പർവ്വതത്തിന്റെ അടുക്കിലേക്കാണെന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ശബ്ദത്തിനായും ദൈവത്തിന്റെ പ്രസൻസിനായും വെയിറ്റ് ചെയ്യുന്ന ഒരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. സിയോൻ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് ദൈവം നിന്നെ വിളിച്ചിരിക്കുമ്പോൾ അവിടുത്തെ സവിശേഷത എന്തെന്നറിയാമോ? ഗോഡ് കോൾ ടു ഹിസ് പ്രസൻസ്. അവന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സിയോൻ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത, എക്സ്പീരിയൻസ് ദ ഗോഡ്സ് പ്രസൻസ്, സീ ഗോഡ്സ് ഫേസ്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തത്, എനിക്ക് അവിടെ കൂടുതൽ സമയം നിൽക്കുവാൻ സമയം പോരാ. രണ്ടാമത്തെ കാര്യം, അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് പുതിയ യെരൂശലേമിലേക്കാണ്. അതായത് ദ സിറ്റി ഓഫ് ലോർഡ്, കർത്താവിന്റെ നഗരത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ജെറുസലേം എന്ന് പറയുമ്പോൾ എന്താണ്? അത് കേവലം ഒരു പട്ടണമല്ല. ജെറുസലേം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ചിന്തിക്കുമ്പോൾ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. പുതിയ നിയമത്തിൽ പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ അവന്റെ കാന്തയായ മണവാട്ടി എന്നാണ് അർത്ഥം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കൂരിരുട്ടിലെ ഭയത്തിലേക്കോ വെളിപ്പാടിന്റെ ഒരു വിറയലിലേക്കോ അല്ല. അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് യെരൂശലേമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അർത്ഥം, അവന്റെ മണവാട്ടിയായി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവന്റെ ആലയമായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ, ബി ഹോളി വൺ ഫോർ ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വിശുദ്ധനായി മാറാൻ അവിടെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സയോണിലേക്ക് വിളിക്കൂ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. യെരൂശലേമിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി വിശുദ്ധരാകാൻ വിളിച്ചിരിക്കുകയാണ്. അവന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയായി തീർത്ത ഒരു കാലഘട്ടത്തിലൂടെ ഒരിക്കൽ സഭ കടന്നുപോയിട്ടുണ്ട്. അവൻ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ ഇന്ന് എല്ലാവർക്കും എന്തുമാകാനുള്ളൊരു ഇടത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയല്ല, വിശുദ്ധിയിലേക്ക് വിളിച്ചത് കൊണ്ട് ബി ഹോളി വൺ ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വിശുദ്ധനായ ഒരുവനായി മാറുവാൻ അവൻ നമ്മെ യെരൂശലേമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ സവിശേഷത, ദൂതന്മാരുടെ സർവ്വസംഘത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. God called to his myriads of angels. Hallelujah. അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? We are servant of God. നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. എന്താണ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? we are messenger of God. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരുടെ സർവ്വസംഘത്തിന്റെയും മുമ്പിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ അവന്റെ മെസ്സഞ്ചറായി, അവന്റെ സെർവന്റായി, അവന് വേണ്ടി അത്വധ്വാനം ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട, പാലിക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ, ബി ദ വിറ്റ്നസ് ഫോർ ഗോസ്പൽ എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ സാക്ഷികളായി നാം മാറണം. ഒരിക്കൽ കൂടെ പറയുന്നു, ദൂതന്മാരുടെ സർവ്വസംഘത്തിലേക്കും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ സാക്ഷികൾ ആകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബി ദ വിറ്റ്നസസ് ഫോർ ജീസസ്. ഹല്ലേലൂയ. യേശുവിനും സുവിശേഷത്തിനും വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നു. എവിടേക്ക്? വിശുദ്ധന്മാരായ ദൂതന്മാരുടെ സർവ സംഘത്തിന്റെയും അടുക്കിലേക്ക്. നാലാമത്തെ കാര്യം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കാൻ കാരണം എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാർ ആരാണ്? അവരെല്ലാം ബർത്ത് റൈറ്റ് കീപ്പ് ചെയ്തവരാണ്. ബർത്ത് റൈറ്റ് കീപ്പ് ചെയ്തവർ. ബർത്ത് റൈറ്റിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ വീട്ടിലെ പുരോഹിതനാണ്.
പ്രൈസ് ദി ലോർഡ്. ബർത്ത് റൈറ്റ് ലഭിച്ചവൻ വീട്ടിലെ പുരോഹിതനാണ്. 2, അപ്പന്റെ സ്വത്തിന്റെ അനന്തര അവകാശിയാണവൻ. മാത്രമല്ല ദൈവത്തിന്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണവൻ. 3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ബർത്ത് റൈറ്റിനകത്ത് അപ്പന്റെ സ്വത്തിന്റെ അനന്തര അവകാശിയാണ്, അപ്പോൾ തന്നെ കുടുംബത്തിലെ പുരോഹിതനാണ്. 3, ദൈവത്തിന്റെ നാമം അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാൻ ഉത്തരവാദിത്തം ലഭിച്ചവനാണ്. അവനൊരു വേർപാടുണ്ട്. അവൻ എല്ലാവരെയും പോലെയല്ല. വി ആർ ഡിഫറെന്റ് ഫ്രം ദ ഹല്ലേലൂയ പബ്ലിക്. നമ്മൾ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൂതന്മാരുടെ സർവ്വസംഘത്തിന് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹല്ലേലൂയ വി ആർ ഡിഫറെന്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനും ദൈവത്തിനും വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യം, ന്യായാധിപതിയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവം നമ്മൾ വിളിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ന്യായാധിപതിയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്നു പറഞ്ഞാൽ അവൻ സകലതും അതേ ഇരുട്ടത്തുള്ളതും ഉള്ളതുപോലെ അറിയുന്നവനായതുകൊണ്ട് അറയിൽ ഘോഷിച്ചത് പുരമുകളിൽ അത് പ്രഖ്യാപിക്കപ്പെടുമെന്ന് അരുളി ചെയ്തിട്ടുള്ളത് കൊണ്ട് ബി ഫെയ്ത്ത്ഫുൾ ഓൾവേസ്. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ മുന്നിൽ വിശ്വസ്തരായിരിക്കുവാൻ അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ന്യായാധിപതിയായ ദൈവം നമ്മളെ തന്റെ അടുക്കിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസ്തരാകാൻ വിളിച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ, താലന്തിൽ, കമ്പനിയിൽ, ജോലിയിൽ, ഡ്രൈവിംഗിൽ, പണമിടപാടുകളിൽ, എല്ലായിടത്തും അവിടുന്ന് നമ്മൾ വിശ്വസ്തരാകുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ ജോലിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ന്യായാധിപതിയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം God chosen us to faithful for God always. എല്ലായ്പ്പോഴും ദൈവത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തരാക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അവിശ്വസ്തതയും കോട്ടവും വക്രതയുമുള്ള ഈ തലമുറയിൽ ദൈവം തന്റെ ന്യായാധിപതിയായ ദൈവം എന്ന് വെളിപ്പെടുത്താൻ കാരണം അതെ അവന് വേണ്ടി വിശ്വസ്തരാകുവാൻ അവിടെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. 6-ാമത്തെ കാര്യം, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ്. ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സഫർ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. വെളിപ്പാട് പുസ്തകം 7:14 വായിക്കുന്നു, ഇവർ ആര് എന്ന് മൂപ്പന്മാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാട് രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരെന്ന് വ്യക്തമായി എഴുതുന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ? അതേ പ്രിയപ്പെട്ടവരെ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കിലേക്ക് ദൈവം നമ്മൾ വിളിച്ചപ്പോൾ ഒരു കാര്യം നമ്മളോട് പരിശുദ്ധാത്മ ഇടപെടുന്നു. അവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട, പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണെന്നറിയാമോ? ബി പെർഫെക്റ്റ് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ പരിപൂർണരാകുവാൻ ശ്രമിക്കുക. നമ്മുടെ കർത്താവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരാകുവാൻ ശ്രമിക്കുക. പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ പിടിച്ചു എന്ന് ഞാൻ അത് നിരൂപിക്കുന്നില്ല, പക്ഷേ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സിദ്ധന്മാരായ, സിദ്ധൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധിയിലും ആത്മീയ ജീവിതത്തിലും പെർഫെക്ഷന് വേണ്ടി ജീവിതം അതേ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടത്തിവിടുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ആയുധങ്ങളുടെ പേരത്രേ പ്രൈസ് ദി ലോർഡ് പെർഫെക്റ്റ് അഥവാ സിദ്ധന്മാർ. ഹല്ലേലൂയ. ആ സിദ്ധന്മാരുടെ അടുക്കലേക്കാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരുപാട് സിദ്ധന്മാരായ പെർഫെക്റ്റ് ആയിട്ടുള്ള നിരവധി ആളുകൾ നമുക്ക് പിന്നിൽ അതേ ഹല്ലേലൂയ ഉണ്ട്, നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അവർ നടന്നുപോയ വഴികളിലൂടെ, അവർ ജീവിച്ചു പോയ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയാമോ? എല്ലാവരും പരാജയപ്പെട്ടവരല്ല, എല്ലാവരും വീണവർ അല്ല, എല്ലാവരും പിന്മാറിയവരല്ല എന്ന് ഇന്ന് രാത്രിയിലും നമ്മൾ അറിയണം. കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കിലേക്ക്. എന്താണ് അവിടെ നാം നേരിടേണ്ടത്? സഫർ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. ബി പെർഫെക്റ്റ് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക. 7-ാമത്തെ കാര്യം, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്.
അവിടെ എന്താണ് നമ്മൾ പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻ? അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പീപ്പിൾ ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ ജനമായി നമ്മൾ മാറണം. ഹല്ലേലൂയ, ഉടമ്പടിയുടെ ജനമായി മാറണം. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തിനനുസരിച്ച് കാലെടുത്തു വെക്കുന്ന ആളുകളായി മാറാനല്ല, അവന് വേണ്ടി മരിക്കുന്നത് വരെ ജീവൻ കൊടുക്കുവാൻ തയ്യാറുള്ളവരായി മാറുന്ന ഒരു ജീവിതം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരുത്തനും രക്ഷയില്ല. അതെ, ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ പ്രൊക്ലെയിം ചെയ്യേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. എന്തെന്നറിയാമോ? മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലേ ഇല്ല. സ്തോത്രം. യേശുവല്ലാതെ ഒരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൺലി ഗോഡ്, ട്രൂ ഗോഡ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അത് പറയുവാനാ അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് എയ്ത്ത് വൺ, എട്ടാമത്തെ കാര്യം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, സ്പീക്ക് ബെറ്റർ ദാൻ ദ ബ്ലഡ് ഓഫ് ഏബൽ. ആബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുകയാണ്. യേശു രക്തം എന്താണ് സംസാരിക്കുന്നത്? യേശു രക്തം സംസാരിക്കുന്നു, ഒന്ന്, ഹല്ലേലൂയ, ഐ ഗിവ് യു ഫോർഗിവ്നെസ്, ഞാൻ നിനക്ക് ക്ഷമ നൽകാം. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം നമ്മളോട് സംസാരിക്കുന്നു, ലോകത്തോട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? സ്നേഹം സംസാരിക്കുന്നു. രണ്ട്, പാപക്ഷമ സംസാരിക്കുന്നു. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഞാൻ 8 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച് എന്റെ പ്രസംഗത്തിന് ഞാൻ കൺക്ലൂഷൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, അരുളി ചെയ്തവനെ നിരസിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന നവീന ലോകത്തിൽ മനുഷ്യൻ വൈകാരികവും ഇമോഷണൽ ആയിട്ടുള്ള പല ആശയങ്ങളുടെ പുറകെ ആത്മീയതയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ കർത്താവ് യഥാർത്ഥത്തിൽ നമ്മൾ വിളിച്ചിരിക്കുന്ന എവിടെ കാണുന്ന പല കാര്യവും നമ്മൾ മറന്നുപോകുകയാണ്. വലിയ അമ്പലചുംബിയായ കെട്ടിടങ്ങളും അതിനകത്തുള്ള ആൾക്കൂട്ടത്തിന്റെ ബഹളവും ഒക്കെ കാണിച്ചുകൊണ്ട് അതിനകത്ത് നിർവൃതി അടയുന്ന ആത്മീക പരിവേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് നമ്മൾ പലരും പല സത്യവും വിട്ടകന്നും പല നീതിയും തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അരുളി ചെയ്തവരെ നിരസിക്കല്ലേ. ജീവിതം സാമൂഹികമായി താൽക്കാലികമാണെങ്കിലും നിത്യമായ ജീവിതം കർത്താവ് നമുക്ക് ആത്മീയതയിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥൂലമായതും തീ കത്തുന്നതുമായ ഒരു പർവ്വതത്തിന്റെ അടുക്കിലേക്കോ കൊടുങ്കാറ്റിന്റെ ശബ്ദത്തിന്റെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കോ കൂരിരുട്ടിലേക്കോ അന്ധതമസിലേക്കോ മേഘത്തിലേക്കോ അല്ല അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ സിയോൻ പർവ്വതത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. അവൻ നമ്മൾ യെരൂശലേമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവന്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. അവന് വേണ്ടി വിശുദ്ധരായി മാറണം. 3, ദൂതന്മാരുടെ സർവ്വസംഘത്തിലേക്ക് വിളിച്ചത് കൊണ്ട് നമ്മൾ അവന് വേണ്ടി സാക്ഷികൾ ആകണം. ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ഒരു മഹൽ ഭാഗ്യം അവിടുന്ന് ഒരുക്കിയിരിക്കുന്നു. 4, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സർവ്വസംഘത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വി ആർ ഡിഫറെന്റ് ഫ്രം ദിസ് വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാകണം. പ്രൈസ് ദി ലോർഡ്. ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി മാറണം. 5-മത്തത്, ന്യായാധിപതിയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ബി ഫെയ്ത്ത്ഫുൾ ഓൾവേസ്. എപ്പോഴും നമ്മൾ വിശ്വസ്തരാകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 6-മത്തത്, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്നു. അർത്ഥം സഫർ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. ബി പെർഫെക്റ്റ്. നമ്മൾ പെർഫെക്റ്റ് ആകുവാനായിട്ട് ശ്രമിക്കണം. 7-മത്തെ കാര്യം, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ബി ദ പീപ്പിൾ ഓഫ് കവനന്റ്. ഉടമ്പടിയുടെ ജനമായി മാറണം. മാത്രമല്ല യേശു മാത്രം രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കണം. 8-മത്തെ കാര്യം, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. എന്താണ് സംസാരിക്കുന്ന രക്തം? ഹാബേൽ രക്തം സംസാരിക്കുന്ന കയ്യിനോട് കണക്ക് ചോദിക്കണമേ. യേശു രക്തം സംസാരിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പിതാവേ, ഇവരറിയായ്മ ചെയ്യുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സഹോദര, സ്നേഹിത, മടങ്ങി വരിക. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ എവിടേക്കാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ആദ്യം കേട്ടതുപോലെ ഒറ്റ ചോദ്യത്തോടുകൂടെ അവസാനിപ്പിക്കുന്നു. ഓ മാൻ ഓഫ് ഗോഡ്, ഓ മാൻ, വേർ ആർ യു? മനുഷ്യ, നീ എവിടെയാണ്? ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് എവിടേക്കാണ്? എന്തുകൊണ്ട് നമ്മൾ ആടി ഉലയുന്നു? എന്തുകൊണ്ട് നമ്മൾ ക്ഷീണിക്കുന്നു?